ഹായ് ഓൾ, കേൾവി സഹായി വാങ്ങുന്നതിൻ്റെ പ്രൊസീജിയേഴ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ മുന്നേ ഞാൻ ഇതിനെ സംബന്ധിച്ച വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേൾവി സഹായികൾ വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനൊക്കെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് കേൾവി സഹായി വാങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്. Let's start. ഫസ്റ്റ് വൺ, നമ്മുടെ കേൾവി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അപ്പോൾ അത് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കേൾവി കുറവുണ്ടെന്നും ഏത് ടൈപ്പ് കേൾവി കുറവാണെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഞരമ്പിനെ ബാധിച്ച കേൾവി കുറവാണോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും കൂടിയുണ്ടോ, അത് റിസോൾവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയോളജിസ്റ്റ് കൃത്യമായി തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. പൊതുവേ നമ്മൾ ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവിലാണ് കേൾവി സഹായികൾ അഡ്വൈസ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു PTA എന്ന് പറയുന്നത് ഈ ഒരു കേൾവി ടെസ്റ്റിന് പറയുക. അതിൻ്റെ കൂടെ സ്പീച്ച് സൗണ്ട് ഡിസ്ക്രിമിനേഷൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്പീച്ച് സൗണ്ട്സിൻ്റെ സംസാരം എത്രത്തോളം കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ ഒരു ടെസ്റ്റും കൂടിയും നിങ്ങളുടെ ഓഡിയോളജിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴാണ് കൃത്യമായിട്ട് നിങ്ങളുടെ സംസാരത്തിൻ്റെ എത്രത്തോളം കൃത്യമായി നിങ്ങൾക്ക് സംസാരം മനസ്സിലാക്കാൻ പറ്റുന്നുള്ള സ്കോർ കിട്ടുക. അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടിയും ഐഡിയ ഉണ്ടാകും നിങ്ങളുടെ കേൾവിക്കുറവിനെ പറ്റിയിട്ട്. കാരണം ചില ആൾക്കാർക്ക് സംസാരം മനസ്സിലാക്കുന്ന കഴിവ് നന്നായിട്ട് എഫക്റ്റ് ആയിട്ടുണ്ടാകും, ചില ആൾക്കാർക്ക് അത്ര എഫക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയാലാണ് നമുക്കൊരു ഹിയറിംഗ് എയ്ഡ് എത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കേൾവിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കേൾവി സഹായികൾ വെച്ച് ട്രയൽ എടുക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ലോപ്പിംഗ് ടൈപ്പ് കേൾവിക്കുറവൊക്കെ ആണെങ്കിൽ റിസീവർ ഇൻ ദി കനാൽ എന്ന് പറഞ്ഞൊരു മോഡലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതിൽ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള വെൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബിഹൈൻഡ് ദ ഇയർ വേണ്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ സൂപ്പർ പവർ മെഷീൻസ് വേണ്ട ആൾക്കാർക്ക് അത് തന്നെ പോകണം, എന്നാലേ ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏത് തരം കേൾവി സഹായികളാണ് നിങ്ങൾക്ക് മാച്ച് ആവുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതുപോലെ ചില ആൾക്കാർക്ക് ഉള്ളിൽ വെക്കുന്ന മെഷീൻസ് ആയിരിക്കും ഇഷ്ടമുണ്ടാവുക. അത് അവർക്ക് പറ്റുമോ പറ്റില്ലേ, ചില കേൾവിക്കുറവിന് ഉള്ളിൽ വെക്കുന്ന മെഷീൻസ് വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് വെക്കാൻ ആപ്റ്റ് ആവുമോ എന്നൊക്കെയും നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് ആനലൈസ് ചെയ്യുന്നത്. തേർഡ് വൺ ആണ് കേൾവി സഹായിയുടെ ടെക്നോളജി ലെവൽസിനെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങളിപ്പോൾ ഒരു ക്ലിനിക്കിലേക്ക് ഏറ്റവും ചെറിയ പൈസയുടെ ഹിയറിംഗ് എയ്ഡ് വാങ്ങുക വെക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ് ഔട്ട് ആവുന്നത് ടെക്നോളജി നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്ന വാസ്റ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ആണ്. ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ടെക്നോളജി ലെവൽസിനെ പറ്റി മനസ്സിലാക്കുക. അതായത് ഇപ്പം എക്സാമ്പിൾ, ഞാനിതിൻ്റെ ഫസ്റ്റ് പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ട്, സെക്കൻഡിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട്, തേർഡിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചേഴ്സ് ആണെങ്കിലും നോയ്സ് ക്യാൻസലേഷനിൽ തന്നെ പലവിധ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രീമിങ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഇനി അതെല്ലാം തന്നെ എത്ര ചാനൽസ് ഉള്ളതാണ്, എങ്ങനത്തെ പ്ലാറ്റ്ഫോമാണ്, എന്താണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത, സൗണ്ട് ക്ലാരിറ്റിയിൽ എത്രത്തോളം ഇത് കൊടുക്കുന്നുണ്ട്, മൈക്രോഫോൺസ് എങ്ങനത്തതാണ്, എങ്ങനെയൊക്കെയാണ് ഓട്ടോമാറ്റിക് അഡാപ്റ്റീവ് ഫീച്ചേഴ്സ് ഉണ്ടോ, അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾ ഒരു ഹിയറിംഗ് എയ്ഡ് വാങ്ങുന്ന സമയത്ത് എല്ലാം തന്നെ സംസാരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ ലൈഫ് സിറ്റുവേഷൻസ് എന്താണ്, നിങ്ങളൊരു വളരെ സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ, നിങ്ങൾ ഭയങ്കര കോൺഫറൻസിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒക്കെ ഒരു ഫീച്ചേഴ്സ് ഉള്ള ഹിയറിംഗ് എയ്ഡ് വേണം വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഈ ടെക്നോളജി ലെവൽസ് മനസ്സിലാക്കി വളരെ ആപ്റ്റായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൽ വരുന്നത്. ഇനി ഫോർത്ത്, നിങ്ങൾ ഈ ഡിസൈഡ് ചെയ്ത ഹിയറിംഗ് എയ്ഡ് നിർബന്ധമായിട്ടും നിങ്ങൾ ട്രയൽ എടുത്ത് നോക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ ഏത് മെഷീൻ സെലക്ട് ചെയ്തോട്ടെ, നിങ്ങളത് ട്രയൽ എടുത്ത് നിങ്ങൾക്ക് ആബ്സല്യൂട്ട്ലി കംഫർട്ടബിൾ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ആ മെഷീൻ വാങ്ങുക. കാരണം വാങ്ങിക്കഴിഞ്ഞിട്ട് ഉപയോഗിക്കാതെ വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രയൽ എടുത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതിയാകും. അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ടിനൈറ്റസ്, അതായത് ചെവിയിൽ മൂളിച്ച ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ടിനൈറ്റസ് ഫീച്ചർ, ആ ഒരു ടിനൈറ്റസ് നോയ്സ് മേക്കറും ഒക്കെ ഉള്ള ഫീച്ചേഴ്സ് ഉള്ള ഹിയറിംഗ് എയ്ഡ് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം പ്രശ്നമുള്ള ആൾക്കാർ അത്തരം ഫീച്ചേഴ്സ് ഉള്ള ഹിയറിംഗ് എയ്ഡ് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ടിനൈറ്റസിൻ്റെ മാനേജിങ്ങും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്.
ചെയ്യേണ്ടത്. ഇതൊക്കെ ഓക്കെ ആണെങ്കിലാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് ഹിയറിംഗ് എയ്ഡ് വാങ്ങുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ. സോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.